വളരുകയാണ് കൊച്ചി, നീളുകയാണ് മെട്രോ, ഉയരുകയാണ് ഡ്രീം ഫ്ലവർ. സ്മാർട്ട് കൊച്ചിക്കൊപ്പം സ്മാർട്ട് ആകുകയാണ് ഡ്രീം ഫ്ലവർ. 22 വർഷങ്ങൾ, 66 പ്രോജക്റ്റുകൾ. ഈ യാത്രയിൽ ഞങ്ങൾക്ക് കരുത്തായത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒന്ന്, അവരുടെ ട്രസ്റ്റ്, ബിൽഡ് ക്വാളിറ്റി, ഓൺ ടൈം ഡെലിവറി, ട്രാൻസ്പെറൻസി. We are actually very happy with Dream Flower. അവർ പറഞ്ഞ സമയത്ത് തന്നെ കീ ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളത്. ഇവിടെ അടുത്തൊരു ഫ്ലാറ്റ്, ഹൈക്കോടതിയുടെ തൊട്ടടുത്തും ഒരു സെന്റർ ഓഫ് സിറ്റിയിലൊരു ഫ്ലാറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയത്. സിറ്റിൻ്റെ നടുവിൽ ഇങ്ങനെ ഇത്ര നല്ലൊരു പ്രീമിയം ഫ്ലാറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ബ്ലെസ്സിങ്. We were definitely looking for a place that's closer to the heart of the city. ട്രസ്റ്റ്വർത്തിയാണ്. നിങ്ങളുടെ വാക്കുകളാണ് കൊച്ചിയുടെ മോസ്റ്റ് പ്രോംപ്റ്റ് ആൻഡ് കൺസിസ്റ്റന്റ് ബിൽഡർ എന്ന സ്ഥാനം ഞങ്ങൾക്ക് നേടിത്തന്നത്. മെട്രോയിൽ ഇറങ്ങിയ നടന്നു കയറാമെന്നൊരു ചൊല്ല് തന്നെ ഡ്രീം ഫ്ലവർ ലൊക്കേഷനുകളെ കുറിച്ച് കൊച്ചിയിൽ പ്രചരിക്കുന്നുണ്ടെന്നേ. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് എന്നും പുതുമയോടെ നിലനിൽക്കാനാവുക. So you would pretty much get a home that would be sustainable for the next 5 or 10 years, no matter where the city grows. 2026 അല്ലെങ്കിൽ 2030 നമുക്കിങ്ങനെ ഒരു ഫ്ലാറ്റ് കിട്ടില്ല MG റോഡിൽ. അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസിനും ഈ ഒരു അമ്യൂണിറ്റീസ് ഉള്ള ഒരു ഫ്ലാറ്റ് എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെയായിരുന്നു. ആദ്യം തന്നെ കണ്ട അപ്പാർട്ട്മെന്റ് വി ഡിഡ് നോട്ട് ഈവൻ തിങ്ക് ട്വൈസ്. കൺസ്ട്രക്ഷൻ രംഗത്ത് ജോയിന്റ് വെഞ്ചർ എന്ന ആശയം ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഡ്രീം ഫ്ലവർ മാത്രമാണ്. എൻ്റെ സഹോദരിയുടെ പ്രൊജക്റ്റാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ പേര് വെൽവെറ്റ്യൂഡ് 1 എന്നാണ്. തൊട്ട് അടുത്ത് തന്നെ എൻ്റെ ഒരു പ്രൊജക്റ്റ്, അത് വെൽവെറ്റ്യൂഡ് 2, ഇപ്പോൾ വെൽവെറ്റ്യൂഡ് 4 ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും ഒരു നെഗറ്റീവ് കമൻറ്റ് ഇവരെ പറ്റി പറയുന്നത് കേട്ടില്ല. അപ്പോൾ ഇവരുടെ ആ വിശ്വാസ്യതയും ഇവരുടെ ആ ടെക്നിക്കൽ നോഹവും ഫാസിലിൻ്റെ വൈഫ് പ്രിയ ഇത്രയും പ്രോജക്ട്സുകൾ മാനേജ് ചെയ്യുന്നതും ടൈമിലി കംപ്ലീഷനും ഇതെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചു നമുക്ക് ഡ്രീം ഫ്ലവറിനെ തന്നെ ഏൽപ്പിക്കാമെന്ന്. ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ബിൽഡർ അതാണ് ഡ്രീം ഫ്ലവർ. ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പല ബിൽഡറുടെയും പല പ്രോജക്റ്റുകളും ഞാൻ അനലൈസ് ചെയ്തു. അങ്ങനെ ഫൈനലി ഞാൻ എത്തിച്ചേർന്നതാണ് ഡ്രീം ഫ്ലവർ. 2022 ഞാനിത് സൈൻ ചെയ്ത് 2024 ഡെലിവറി ചെയ്യുന്നത് വരെ എനിക്ക് എല്ലാ പീരിയോഡിക്കൽ അപ്ഡേറ്റ്സും എനിക്ക് അവർ പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഐ എം റിയലി ഹാപ്പി. ഞാൻ ഒരുപാട് ബ്രാൻഡുകൾക്ക് വേണ്ടി പരസ്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ബിൽഡർ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്തപ്പോൾ ഞാൻ ഡ്രീം ഫ്ലവറാണ് ചൂസ് ചെയ്തത്. ഈ വികസന പന്ഥാവിൽ ഒരിക്കലൊപ്പം ചേർന്നവർ എന്നും കൈ പിടിച്ച് കൂടെ നടക്കുന്നു. പുതുതലമുറയും ഒപ്പം കൂടുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് 2010 ഫസ്റ്റ് ഫ്ലാറ്റ് വാങ്ങിച്ചത്. മകൻ എന്നിട്ട് 12th സ്റ്റാൻഡേർഡിലായിരുന്നു. കുറച്ച് വലുതായി അവനൊരു 3 ബെഡ്റൂം ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഓപ്ഷനൊന്നും നോക്കിയില്ല, ഡ്രീം ഫ്ലവർ തന്നെ നോക്കി. ഡ്രീം ഫ്ലവർ അതിൻ്റെ കാലത്തിനനുസരിച്ച് വളർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേ ഫുൾ ഇപ്പോഴുള്ള മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു ഫ്ലാറ്റാണ് ഇപ്പോൾ ഉള്ളത്. ദിഷണാശാലിയായ ഒരു വീട്ടമ്മ തനിക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തത് ഓരോ കുടുംബവും മനസ്സിൽ താലോലിക്കുന്ന മനോഹരമായൊരു വീട് എന്ന സ്വപ്നത്തിന് അനുപമ സാക്ഷാത്കാരം നൽകിക്കൊണ്ടാണ്. വീട്ടിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. ലൈറ്റ് ഇടാതെ തന്നെ വീടിനകത്ത് എല്ലായിടത്തും വെളിച്ചം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഫീൽ, അത് എല്ലാ ഡിസൈനിലും എത്ര ചെറിയ ഫ്ലാറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും അത് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സ്. ഞാൻ പറയുകയാണ് ഒരു സ്റ്റാഫിനോട്, നിനക്ക് ഞാൻ നാളെ ഇതൊരു ഗിഫ്റ്റായിട്ട് തന്നിരിക്കട്ടെ, നിനക്കിത് ഹാപ്പി ആയിരിക്കും, അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ഞാനാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത്, എനിക്കിതൊക്കെ എൻ്റെ ആവശ്യങ്ങളുണ്ട് എന്ന് കരുതി ഡിസൈൻ ചെയ്യുമ്പോൾ ആ വീടുണ്ടാകുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഈ മാർക്കറ്റിൽ ഒരുപാട് പേര് ബിൽഡിംഗ് പണിയുന്നുണ്ട്, കോൺക്രീറ്റ് സ്ട്രക്ചർ എല്ലാവർക്കും പണിയാം. അപ്പോൾ എന്താണ് ഡ്രീം ഫ്ലോറിൻ്റെ പ്രത്യേകത? ആദ്യം മുതലേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ടാഞ്ചിബിളായ ഒരു ഫാക്ടർ വേണം. അതാണ് ഓൺ ടൈം ഡെലിവറി. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഡ്രീം ഫ്ലോറിനെ ഏൽപ്പിച്ചാൽ ഓൺ ടൈം കൊടുക്കും. അതിനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എസ്റ്റാബ്ലിഷ്ഡായി. മറ്റൊരു കാര്യം കസ്റ്റമൈസേഷനാണ്. നമുക്കൊരു പാഷൻ വേണം, ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്ക് വേണം. ഇതിനു വേണ്ടി തന്നെ മാത്രം ഞാൻ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അതത് സമയങ്ങളിലെ അപ്ഡേഷനാണ് മാഡത്തിൻ്റെ ഒരു കഴിവ്. അപ്പോൾ സ്ട്രെങ്ത്, ഫിനിഷിങ് ഇത് മാഡത്തിന് കമ്പൽസറി ആണ്. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഡ്രീം ഫ്ലവർ തുടങ്ങിയ കാലം കൊണ്ട് നമ്മളുണ്ട്. ഡ്രീം ഫ്ലവർ തുടങ്ങിയപ്പോഴുള്ള മുതൽ ഈ പ്രൊജക്റ്റ് വരെയുള്ള എല്ലാ ബിൽഡിങ്ങിലും എല്ലാ ഇന്റീരിയർ വർക്കും എല്ലാം ചെയ്യുന്നത് ഞാനാണ്. നമ്മൾ മെറ്റീരിയൽസ് ആണെങ്കിലും അതിൻ്റെ അക്സസറീസ് ആണെങ്കിലും എല്ലാ അപ്ഡേഷനിലും നമ്മൾ പുതിയത് വരുത്താറുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാത്തിലും മാഡം അത് പുതിയ സമയത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മാഡത്തിൻ്റെയും എഞ്ചിനീയേഴ്സിൻ്റെയും നിർദ്ദേശപ്രകാരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്. ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ആണ് അതിൻ്റെ എഞ്ചിനീയേഴ്സും മാഡം ആണെന്നുണ്ടെങ്കിലും സാറാണെങ്കിലും അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ലൈറ്റും പുതിയ അപ്ഡേഷൻസും എല്ലാ സാധനങ്ങളോടും കൂടി നൂതനമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഫേം എന്നല്ല, ഒരു ഫാമിലി എന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും അതുപോലെ
ട്രെൻഡിനൊപ്പം നിൽക്കുന്ന ലൈറ്റ് ഫിറ്റിങ്സ്, സ്വിച്ചസ്, എല്ലാ സാധനങ്ങളും ഇട്ട് തന്നെയാണ് ഡ്രീം ഫ്ലവർ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ്, കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന 3 മേഖലകളാണ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് 3 പുതിയ ഡിവിഷനുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഡ്രീം ഫ്ലവർ ഹോം കെയർ, അതായത് ഓൾറെഡി വീട് വാങ്ങിച്ചവർക്ക് അതിനകത്ത് മാക്സിമം സർവീസസ് കൊടുക്കുക. പിന്നെ സപ്പോർട്ട്, ഡ്രീം ഫ്ലവർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റെൻ്റൽ ഡിവിഷനാണ്. അപ്പം നമ്മുടെ വീട് വാങ്ങിച്ചവർക്ക് റെൻറ്റിന് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ഏൽപ്പിച്ചാൽ മതി, എല്ലാവിധ സർവീസുകളും ചെയ്തു കൊടുക്കും. ഏതൊരു ഫ്ലാറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു മെയിൻ ചലഞ്ചസാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ കൊച്ചി പോലുള്ള ഒരു സിറ്റിയിലെ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. സോ അത് നമ്മളിവിടെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഡ്രീം ഫ്ലവർ ഇവിടെ ഡ്രീം ഫ്ലവർ ഹോം കെയർ എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ദിവസം വേസ്റ്റ് വന്നില്ല, ഒരു ദിവസം സെക്യൂരിറ്റി വന്നില്ല എന്നുകൊണ്ട് ഞങ്ങളുടെ ഹെഡേക്ക് കുറവാണ്. അവരെല്ലാ പ്രീമിയം ഫെസിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രോപ്പറായി മെയിൻറ്റെയിൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലറായിട്ട്. വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും എല്ലാ അതായാലും ഇറ്റ്സ് ഗ്രേറ്റ്. സോ മെയിൻ്റെനൻസ് ആണെങ്കിലും വി ജസ്റ്റ് കോൾ ദം ദ നെക്സ്റ്റ് സെക്കൻഡ് ദേ ആർ ഹിയർ. ഇറ്റ്സ് നൈസ്. പിന്നെ എലൈറ്റ് എന്ന് പറയുന്നത് നല്ലവണ്ണം പ്രീമിയമായിട്ട് ആ വീടിനെ കൺവേർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു വീട് വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വില്ല വാങ്ങിച്ചു, നിങ്ങളത് മൊത്തത്തിലൊന്ന് റെനോവേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളത് ചെയ്തു തരും. ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞു, എനിക്ക് ഓരോ സ്ഥലത്തും ഇന്ന ഇതേപോലെ വേണം. അപ്പം ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് അവരത് ചെയ്തു തന്നു. കൊച്ചിയും ഡ്രീം ഫ്ലവറും ഫേസ് 2-ലാണ്. ഫർദീൻ ഫാസിൽ ഡ്രീം ഫ്ലവറിൽ ചാർജ് എടുത്തു. എനിക്കും എൻ്റെ അനിയനും ഡ്രീം ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിനെ പോലെയാണ്. അതിനെ എത്ര ഭംഗിയായി, എത്ര നല്ലതായി ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. ഓഫീസ് ഒരു ഫാമിലിയായി കണ്ട് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു ക്രേസി ടീം. അവരെ ചേർത്ത് നിർത്താൻ, നയിക്കാൻ കരുതലോടെ, കാവലോടെ. ദ മദർ ബിൽഡർ with Daddy Cool and Gen Z boys. What do you like the most about your room? It's pink in color. That was another customization that they were very supportive of. ഞാനും പ്രിയയും ഞങ്ങളുടെ പാരൻസിന്റെ പ്രായമുള്ള ആളുകൾക്കാണ് ഫ്ലാറ്റ് വിറ്റതെങ്കിൽ ഇന്ന് ഞങ്ങൾ ഫർദീന്റെ പ്രായമുള്ള ജെൻസി കിഡ്സിനാണ് ഫ്ലാറ്റ് വിൽക്കുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസും ഫർദീന്റെ ന്യൂജൻ ഐഡിയാസും ചേർന്ന് ഡ്രീം ഫ്ലവർ നിർമ്മിക്കുന്ന ഓരോ ഫ്ലാറ്റും നെക്സ്റ്റ് ജനറേഷന്റെ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. വളരുകയാണ് കൊച്ചി, നീളുകയാണ് മെട്രോ, ഉയരുകയാണ് ഡ്രീം ഫ്ലവർ. Dream Flower Housing Projects Private Limited. We do things differently.